ചുവന്ന ലൈറ്റ് കത്തും. ഈ ചുവന്ന ലൈറ്റ് കത്തിയ ഒച്ചയും കേൾക്കും. ആ ഒച്ച കെട്ടാണ് നമ്മൾ സാധാരണ പോലാണ് വോട്ട് ചെയ്ത് പറഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ ചുവന്ന ലൈറ്റ് കത്തുന്നതോടുകൂടെ തന്നെ നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അത് ഈ സ്ക്രീനിൽ കാണും. VVPAT മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്. VVPAT മെഷീനിൽ ഈ സ്ക്രീനിൽ 7 സെക്കൻഡ് നേരം നമുക്ക് വോട്ട് ചെയ്ത ചിഹ്നം കൃത്യമായിട്ട് കാണുകയും ചെയ്യും. ആ 7 സെക്കൻഡിന് ശേഷം അത് ആ പേപ്പർ മുറിഞ്ഞ് പെട്ടിയിൽ വീഴും, ഭദ്രമായിട്ട് പെട്ടിയിൽ വീഴും. ഈ VVPAT മെഷീൻ കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇനി എല്ലാ ഇലക്ഷനും VVPAT മെഷീൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാവില്ല. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി ഏതാണെന്ന് വെച്ചാൽ അതിന് നേരെയുള്ള നീല ബട്ടൺ പ്രസ് ചെയ്തോ. കണ്ടില്ലേ, ചുവന്ന ലൈറ്റ് വെച്ച് 3ാമത്തെ സ്ഥാനാർത്ഥിയെ നമുക്ക് വോട്ട് കൊടുത്തു. 3ാമത്തെ ആക്കണ്ടേ വീണ്ടും നമ്മൾ വെരിഫൈ ചെയ്തു. നിങ്ങൾക്ക് തന്നെ സ്വയം വെരിഫൈ ചെയ്ത് പോകാം. കണ്ടില്ലേ, മുറിഞ്ഞ് പെട്ടിയിൽ ഭദ്രമായി വീണു. അപ്പോൾ വളരെ സുതാര്യമായി നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് പോകാം എന്നാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. VVPAT വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഈ മെഷീൻ്റെ പേര്. ഇത് പുതിയ പ്രത്യേകതയാണ്. ബാക്കിയെല്ലാം നേരത്തെ ഉള്ളതുപോലെ തന്നെ. 2ാമത്തെ ആൾക്കാണ് നിങ്ങൾ വോട്ട് കൊടുത്തത്. ഈ 2ാമത്തെ ആൾക്കാണ് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് പോകാം VVPAT മെഷീനിലൂടെ. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് വളരെ നമ്മൾ ആർക്കാണ് ചെയ്തതെന്ന് ഉറപ്പ് വരുത്താം. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. VVPAT മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്.